വേമ്പനാട്ട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തനം നടത്തിയതിന് 2021 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദനത്തിന് അർഹനായ മലയാളി രാജപ്പൻ സാഹിബ്. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി പഴങ്ങളും പച്ചക്കറികളും വീട്ടിലെത്തിക്കുവാൻ വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജീവനി സഞ്ജീവനി. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി ഏതാണ്? വടകര. നാട്ടാനകളുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനുമായി തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റണ്ടയിൽ ആരംഭിക്കുന്ന ആന പരിപാലന സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഗണേഷ് ഫോർട്ട്. വനങ്ങളുടെ സംരക്ഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ബ്രസീൽ സ്വദേശിയായ പൗലോ പൗലിനോ ഗോജരാജ കൊല്ലപ്പെട്ട വർഷം 2019. ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണാർത്ഥമുള്ള ഏത് സംഘടനയിലെ അംഗമായിരുന്നു പൗലോ പൗലിനോ ഗോജരാജ? ഗാർഡിയൻസ് ഓഫ് ദി ഫോറസ്റ്റ്. 2021 ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് 50 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള മരങ്ങൾക്ക് പൈതൃക പദവി നൽകാൻ തീരുമാനിച്ചത്? മഹാരാഷ്ട്ര. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? തൃശൂർ ജില്ലയിലെ അന്തിക്കാട്. 2021 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി സസ്യശാസ്ത്രജ്ഞനായ അക്കിരെ മിയാവാക്കി ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത വിമാനത്താവളം ഏതാണ്? ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ സ്ഥലം ചെന്നൈ. കർഷകർക്കു വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് FM റേഡിയോ സർവീസ് ഏതാണ്? കുട്ടനാട് 90.0 FM. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏത് നദിയിലാണ്? ഹൂഗ്ലി. ഏത് സംസ്ഥാനമാണ് 75 വർഷം പഴക്കമുള്ള മരങ്ങൾക്ക് പ്രാണവായു ദേവതാ പെൻഷൻ പദ്ധതി 2021 ജൂണിൽ നടപ്പാക്കിയത്? ഹരിയാന. ഇന്ത്യയിൽ ആദ്യമായി വൃക്ഷങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകിയ മുനിസിപ്പാലിറ്റി ഏതാണ്? പശ്ചിമ ബംഗാളിലെ കെന്നഗർ. സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ആശ്രമം കണ്ടൽക്കാട് ഏത് ജില്ലയിലാണ്? കൊല്ലം. 2021 ജനുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ആർച്ച് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന വിഭാഗങ്ങളുടെ സഹായത്തോടെ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന പദ്ധതി എന്താണ്? വനശ്രീ. നെല്ലുൽപാദനം ഇരട്ടിയാക്കുവാൻ സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എല്ലാവരും പാടത്തേക്ക്. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതി ഹരിതശ്രീ. ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി ഏതാണ്? ജലനിധി. ഒറ്റത്തവണ ഉപയോഗിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നതോ ഉപയോഗിക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിപ്പെടുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? പ്രകൃതി ആപ്പ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നാണ്? 2022 ജൂലൈ 1. കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ചത് 2020 ജനുവരി 1 മുതലാണ്. 75 മൈക്രോൺ വരെയുള്ള പ്ലാസ്റ്റിക്കിന് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് 2021 സെപ്റ്റംബർ 30-നായിരുന്നു. ഏകീകൃത സംവിധാനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും നിരീക്ഷിക്കുന്നതിനുമായി ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഹരിതമിത്രം. ദീർധാര ഏത് നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വാമനപുരം നദി.
കളരി വനം ഏതു നദിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വാമനപുരം നദി. പരിസ്ഥിതി സൗഹൃദ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം നൽകുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഡെൻമാർക്ക്. 2021 ഒക്ടോബറിൽ ഒമാൻ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഷഹീൻ. ഷഹീൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഖത്തർ. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധപ്പെടുത്തുന്നതിന് 1100 അടി ഉയരത്തിൽ തുരങ്കം നിർമ്മിക്കുന്നത് ഏത് ചുരത്തിലാണ്? സോജില. 2021 തീപിടുത്തത്തിൽ തകർന്ന റോമിലെ ചരിത്ര പ്രസിദ്ധമായ പാലം ഇൻഡസ്ട്രി ബ്രിഡ്ജ്. കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതി ഏതാണ്? എൻ ഊര്. കേരള കൃഷി വകുപ്പിന്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ AIMSന്റെ പൂർണ്ണരൂപം അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിന് കൈമാറുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പെൻബൂത്ത്. കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 75,000 കിലോ ഏലം ലേലം ചെയ്ത സ്ഥാപനം സ്പൈസസ് ബോർഡ്. എവിടെ വെച്ചാണ് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി 75,000 കിലോ ഏലം ലേലം ചെയ്തത്? ഇടുക്കി ജില്ലയിലെ പുറ്റടി. 2021 സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഗുലാബ്. ഗുലാബ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ക്യാപ്ചർ പ്ലാന്റ് സ്ഥാപിച്ച കമ്പനി ടാറ്റ സ്റ്റീൽ. സോളാർ പാനലിലൂടെ ദൈനംദിന ആവശ്യത്തിനുള്ള 100% ഊർജവും ലഭിക്കുന്ന ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ചെന്നൈ. മനുഷ്യാവകാശ ഏജൻസിയായ ഗ്ലോബൽ വിറ്റ്നസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി പ്രവർത്തകർ കൊല്ലപ്പെടുന്ന രാജ്യം കൊളംബിയ. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചന്ദ്ര. കേരളത്തിലെ ആദ്യത്തെ ജീവാണു ജൈവവള ഗുണനിയന്ത്രണശാല നിലവിൽ വന്നത് എവിടെയാണ്? പട്ടാമ്പി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്കായുള്ള പെൻഷൻ പദ്ധതി ഏതാണ്? സ്നേഹസാന്ത്വനം. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? തുരുത്തിക്കര. ലഡാക്കിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ഹിമപ്പുലി. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ മത്സ്യ വാക്സിൻ ഏതാണ്? നോഡോവാക് ആർ. പ്രകൃതി ദുരന്തം, ലഹള എന്നിവ കാരണം അതാത് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെക്കുറിച്ച് ലോസ്റ്റ് അറ്റ് ഹോം എന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന യുണിസെഫ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ ഫംഗസ് രോഗം സ്ഥിരീകരിച്ച നഗരം ഇൻഡോർ. വാഴനാരിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ വികസിപ്പിച്ചെടുത്ത ഡൽഹി IIT സംരംഭം സാൻഫി. ഭാരതമാല പരിയോജന ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റോഡ് വികസനം. ഇന്ത്യയിൽ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? സുന്ദർബൻസ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് രേണുക തണ്ണീർത്തടം. കേരളത്തിൽ തണ്ണീർത്തട പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കായൽ ആക്കുളം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന കൃത്രിമ വനവൽക്കരണ പരിപാടി ഏതാണ്? മിയാവാക്കി വനം. കേരളത്തിൽ ആദ്യത്തെ മിയാവാക്കി വനം സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പുളിയറക്കോണം. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ കണ്ടൽ പച്ചത്തുരുത്ത് ആരംഭിച്ചത് എവിടെയാണ്? കോട്ടുകാൽ. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ചെങ്ങറ ഭൂസമര നായകൻ ആരാണ്? ലാഹ ഗോപാലൻ. കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്ന് പിടിച്ചതിനെ തുടർന്ന് സുരക്ഷാ കവചം നൽകപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ മരം ഏതാണ്? ജനറൽ ഷെർമാൻ. എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ കോവിഡ് കണ്ടെത്തിയത്? ഹൈദരാബാദ്.
കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സൂക്ഷ്മ ജലസേചന പദ്ധതി നിലവിൽ വന്ന കരടിപ്പാറ ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരള സർക്കാർ ആരംഭിച്ച ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ ഉൽപ്പന്നം ഏതാണ്? മരച്ചീനി. കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് പാറയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിച്ച രാജ്യം? ഐസ്ലാൻഡ്.